ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് പോലൊരു വീഡിയോ ആണ്. വലിയ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ രാവിലെ ഞാൻ റാഗി ദോശയുടെ മാവ് ശകലം ഇരിപ്പുണ്ടായിരുന്നു, അതും എടുത്തു. പിന്നെ ഇന്നലെ രാത്രിയിലത്തെ കുറച്ച് കറി ബാക്കി ഇരിപ്പുണ്ടായിരുന്നു, അതും ആയിരുന്നു ശ്രീഹരിക്ക് കഴിക്കാൻ കൊടുത്തത്. എനിക്ക് എൻ്റെ മാവ് അരി ഉഴുന്നരച്ച ദോശയുടെ മാവ് തീർന്നിരുന്നു. അതുകൊണ്ട് ഞാൻ ഒരു ബ്രെഡ് ടോസ്റ്റാണ് ഉണ്ടാക്കിയത്, ഈ നമ്മുടെ അവക്കാഡോ കൊണ്ടുള്ള ഒരു ടോസ്റ്റ്. അപ്പം ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും ചേർക്കാറില്ല, കാരണം എനിക്ക് അത് ചേർക്കുന്ന വലിയ ഇഷ്ടമില്ല. ഈ സബോള, തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്ന എനിക്ക് വലുതായിട്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനിതെടുത്തിട്ട് ഇതിനകത്ത് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർക്കും. പിന്നെ നാരങ്ങ ഇരിപ്പുണ്ടെങ്കിൽ നാരങ്ങ നീര് പിഴിയും, പക്ഷേ ഇത്തവണ എൻ്റെ കയ്യിലില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇത് ഈ അവക്കാഡോയുടെ കൂട്ടത്തിൽ ഉപ്പും കുരുമുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് ബട്ടറിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക രണ്ട് സൈഡും. അപ്പം ഞാൻ 3 ബ്രെഡാണ് മിക്കവാറും ഞാൻ ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ എടുക്കുന്നത്. എന്നിട്ട് ബട്ടറിൽ ടോസ്റ്റ് ചെയ്തിട്ട് ഒരു സൈഡിൽ ഇതുപോലെ ഈ അവക്കാഡോയുടെ സംഭവം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അപ്പുറത്തെ ബ്രെഡും കൂടെ വെച്ച് ഇതങ്ങ് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് അപ്പുറം ഇപ്പുറം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാൻ ഒരു ബ്രെഡും കൂടെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രെഡും കൂടെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു മുട്ടയും കൂടെ എടുക്കുന്നുണ്ട്. മുട്ട ഞാൻ ബുൾസൈ ആയിട്ടല്ല എടുക്കുന്നത്. ബുൾസൈ ആയിട്ട് കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഇപ്പോൾ അങ്ങനെ ബുൾസൈ ആയിട്ട് അങ്ങനെ കഴിക്കലെന്നൊക്കെ പറയുന്നത് കേൾക്കാൻ, നന്നായിട്ട് വേവിച്ച് കഴിക്കണം. അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ബുൾസൈ എടുക്കാറില്ല. ബുൾസൈ ആയിട്ട് കഴിക്കുന്ന കുറച്ചുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടം. പക്ഷേ ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് ഞാൻ പക്ഷേ ഇപ്പോൾ 2 സൈഡും അത് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ഈ വെച്ചിരിക്കുന്ന ബ്രെഡിൽ അതിൻ്റെ മുകളിലേക്ക് വെക്കുക. എന്നിട്ട് ആ മറ്റേ ബ്രെഡിനകത്തും കൂടെ ഒരിത്തിരി അവക്കാഡോയുടെ സംഭവം കൂടെ തൂത്തിട്ട് അതും കൂടെ വെച്ച് നന്നായിട്ട് അങ്ങ് 2 സൈഡും അങ്ങ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു അവക്കാഡോ എഗ് ടോസ്റ്റ് റെഡിയാകും. ഇത് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇന്നൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുക്കണമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു അവക്കാഡോ ടോസ്റ്റും ശ്രീഹരി റാഗി ദോശയാണ് വെച്ചത്. എണ്ണയിൽ എനിക്ക് മാവൊന്നും ഒരുക്കില്ലായിരുന്നു, കാരണം വീക്കെൻഡായി. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഈ വീക്കെൻഡിൽ നമ്മൾ ഈ 2 ദിവസത്തെ ഹോളിഡേയിൽ നമ്മളൊന്ന് ഒരു ചെറിയ സ്റ്റേക്കേഷൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ സ്റ്റോർ ചെയ്തൊന്നും വെച്ച് ഫുഡൊന്നും അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നില്ല എന്ന് വിചാരിച്ച് നേരത്തെ തന്നെ ഞാൻ ഈ വീക്കിലുള്ളത് തീർത്ത് വന്നു. പിന്നെ ഓണത്തിൻ്റെ കുറച്ച് പച്ചക്കറി ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പയറും ഇരിപ്പുണ്ട്, വഴുതനങ്ങ ഇരിപ്പുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ഞാനൊരു ഉച്ചയ്ക്കൊരു മെഴുക്കുവരട്ടി പോലെ ആക്കും. പിന്നെ തേങ്ങ തിരുമ്മി ഇരിപ്പുണ്ട്, അതുകൊണ്ടൊരു ചമ്മന്തി. പിന്നെ മോരാച്ചിയതും പിന്നെ പപ്പടം ഇരിപ്പുണ്ട്, അതും കാച്ചും. അതുകൊണ്ട് ഉച്ചയ്ക്കത്തെ കാര്യമൊക്കെ സെറ്റാക്കും. നോൺ വെജ് ഒന്നും എടുക്കുന്നില്ല. ഇന്ന് വൈകുന്നേരം നമുക്ക് ശ്രീഹരിയുടെ ഓഫീസ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോകണം. കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ, നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് ഒന്ന് വാങ്ങിക്കാനുണ്ട്. അപ്പം അതൊക്കെ വാങ്ങിക്കണം. അപ്പം അതുകൊണ്ട് ഇന്ന് വലിയ ഫുഡ് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ എനിക്കിന്ന് കുളിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികൾ. തല കുളിക്കുന്ന ദിവസം കുളിക്കണം എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യും, പക്ഷേ തല കുളിക്കുന്ന ദിവസമാണ്. തല എല്ലാം ഷാമ്പു ചെയ്ത് ചെയ്യണം. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം ഞാൻ വിചാരിച്ചു ഫുഡ് അങ്ങ് ഉണ്ടാക്കിയിട്ട് കുളിക്കണം. തുണി ഞാൻ രാവിലെ നനച്ചൊക്കെ ഇട്ടു. ഇന്ന് നല്ല ഒരു വെയിലുള്ള ദിവസമാണ്, അപ്പം നേരത്തെ ഉണങ്ങുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കാം. അതൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ
ഇവിടെ പയറും വഴുതനങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്കൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അപ്പം പയർ, നമ്മുടെ വള്ളിപ്പയർ, വഴുതനങ്ങയും കൂടെ ഒരു മിക്സഡ് മെഴുക്കുവരട്ടി എൻ്റെ കയ്യിൽ അത് മാത്രമേ ഇരിപ്പുള്ളായിരുന്നു, അതുകൊണ്ടാണ് കൂടുതലും. അപ്പം ഞാൻ മുന്നേ പറഞ്ഞില്ലേ, ഒരു സ്റ്റേക്കേഷൻ പോലെ ഒരു 1 ഡേ ഈ വീക്കെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും അതിന് മുമ്പ് വാങ്ങിച്ച് വെച്ചില്ല. ഓണത്തിൻ്റെ ബാക്കിയിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തീർക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാവ് ഒന്നും പ്രത്യേകം രണ്ടാമൊന്നും അരച്ചില്ല, വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി. ശ്രീഹരിക്കുള്ള മാവ് മാത്രമേ ഇരിപ്പുള്ളായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ കുറച്ച് അതുകൊണ്ട് ഇന്ന് കുറച്ച് വളരെ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചൊരു കൂട്ടാനാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ പയർ ഞാൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചു, ഉപ്പും ചേർത്ത് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെച്ചു. വഴുതനങ്ങ ഉപ്പിട്ട് നന്നായിട്ട് കറ കളയാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കണം, വെള്ളത്തിനകത്തിട്ട് വെച്ചിരിക്കുക. ഇനി നമുക്കൊരു ചമ്മന്തി അരയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ അതിനകത്ത് കുറച്ച് കഷ്ണവും കൂടെ ബാക്കിയുണ്ടായിരുന്നു, അതിനകത്തൊന്നും ഇങ്ങനെ അടന്നു പോയിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ഞാൻ അരിഞ്ഞിട്ടു. പിന്നെ ഇഞ്ചിയും പുളിയും കറിവേപ്പിലയും മുളക് പൊടിയും ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് മാറ്റി വെക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടി എനിക്കങ്ങനെ എടുക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് അതങ്ങനെ ഉരുട്ടി മാറ്റി വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാനതെല്ലാം റെഡിയാക്കി വെച്ച് ചമ്മന്തി. ഇനി നമുക്ക് വേഗം തന്നെ ഒരു മെഴുക്കുവരട്ടിയും കൂടെ ഉണ്ടാക്കാം. മെഴുക്കുവരട്ടിക്ക് ആദ്യം പയർ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഇനിയും ഒന്ന് പപ്പടം കാച്ചണം. ഞാൻ അവിടെ അപ്പം തന്നെ ക്ലീൻ ചെയ്യുക, കാരണം അല്ലെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്ത് പോയാലേ വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ. എപ്പോഴും നമ്മളപ്പം വീഴുന്ന ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും അതൊരു വൃത്തികേടായിട്ട് ഇരിക്കത്തില്ല. അപ്പം ഇനി നമുക്ക് ആദ്യം പപ്പടം കാച്ചാം. പപ്പടം കാച്ചിയിട്ട് നമുക്ക് അതിൽ തന്നെ അങ്ങ് വഴുതനങ്ങ മെഴുക്കുവരട്ടിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. പപ്പടം ഒത്തിരി ഒന്നാമത് കാച്ചാനില്ല, അതുകൊണ്ടും കൂടെ ആണ്. അപ്പോൾ പപ്പടം ഒരു 2-3 എണ്ണമൊക്കെ മതി, ഒത്തിരി കൂട്ടുന്നില്ല. അപ്പം ഞാൻ പപ്പടം കാച്ചി വെച്ചു. എന്നിട്ട് ആ എണ്ണയ്ക്കകത്ത് തന്നെ അങ്ങ് ഞാൻ മെഴുക്കുവരട്ടിയും കൂടെ അങ്ങ് ആക്കുകയാണ്. അപ്പോൾ ആദ്യം വഴുതനങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ഈ എണ്ണയ്ക്കകത്തേക്ക് ഇടുക. അത് കുറച്ചേ ഉള്ളൂ വഴുതനങ്ങ പെട്ടെന്നാണെങ്കിൽ വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പം ഒരു 2-3 പച്ചമുളകും ഉപ്പും, ഞാൻ വേറെ ഒന്നും ചേർക്കാറില്ല ഇങ്ങനെയുള്ള മെഴുക്കുവരട്ടിക്കകത്ത്. അപ്പോൾ എന്നിട്ട് ഇത് അടച്ച് വെച്ച് അങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. വെന്ത് കഴിയുമ്പോഴത്തേന് വേവിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കുക. എന്നിട്ട് തുറന്ന് വെച്ച് നന്നായിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വഴുതനങ്ങയും പയറും കൂടെ ഉള്ള മെഴുക്കുവരട്ടി റെഡിയായി. ഇനി നമുക്ക് മോര് കാച്ചിയതും കൂടെ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തൈര് പൊട്ടിച്ചെടുത്തു. അത് നന്നായിട്ട് ഉടച്ചിട്ട്, ഞാൻ മോര് കാച്ചത് അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കുന്നൊന്നുമില്ല. കടുക്, മുളക്, കറിവേപ്പില, ഉഴുന്നുപരിപ്പൊന്നുമില്ല. കടുക്, മുളക്, കറിവേപ്പില, ഉലുവ, ജീരകം ഇത്ര ഇട്ട് കടുക് വറുത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങ് മോര് കാച്ചി കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡിയാവും. അപ്പോൾ അത് ഞാൻ പ്രത്യേകിച്ചൊന്നും കാണിക്കുന്നില്ല. അപ്പം അതിനിടയ്ക്ക് ഒരു കാര്യം മറന്നുപോയി, അരി ഇടാൻ മറന്നുപോയി. ഇത് പക്ഷേ കുറച്ച് നേരത്തെയാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. അരി ഞാനപ്പം എല്ലാം കഴുകി കുക്കറിനകത്ത് ഇട്ടു. അത് പെട്ടെന്നായി കിട്ടുമല്ലോ. അങ്ങനെ മെഴുക്കുവരട്ടിയും റെഡിയായി, ചമ്മന്തിയും റെഡിയായി, മോര് കാച്ചിയതും റെഡിയായി. അടുക്കളയൊക്കെ ക്ലീൻ ചെയ്ത് ഞാൻ നേരെ കുളിക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിന് മുമ്പ് തലയിൽ എണ്ണ തേക്കണമായിരുന്നു. അപ്പം ഞാനിപ്പോൾ കുറച്ചൊരു ഹെയർ കെയർ പോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ചെറിയ ഉള്ളിയാണ് ഈ തേച്ച് കൊടുക്കുന്നത്, ഇങ്ങനെ വകുപ്പെടുത്ത്. അതാകുമ്പോൾ നമ്മുടെ തലയിലുണ്ടാകുന്ന ആ ഒരു താരൻ പോലും ഈ ഹാർഡ് വാട്ടറിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു പൊടിയും കൂടാണ് അത് മാത്രമല്ല താരം പോകാനും നല്ലതാണ്. ഇങ്ങനെ കുഞ്ഞുള്ളി ഇത് എളുപ്പമാർഗ്ഗമാണ്. കുഞ്ഞുള്ളിയുടെ നീരെടുത്ത് ചെയ്താൽ കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പം നമുക്കൊന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വകുപ്പെടുത്ത് ഇങ്ങനെ കുഞ്ഞുള്ളി ഇങ്ങനെ മുറിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതാകും. പിന്നെ ഞാൻ എണ്ണയും തേച്ചിട്ട് കുളിക്കാൻ പോയി. കുളിച്ചെല്ലാം കഴിഞ്ഞിട്ട് ചോറ് വിളമ്പി ഉണ്ടു. അപ്പം ചോറ്, ചമ്മന്തി, നമ്മുടെ വഴുതനങ്ങയും പയറും മെഴുക്കുവരട്ടിയും, പിന്നെ നമ്മുടെ പപ്പടം കാച്ചിയത്, ഇത്രയായിരുന്നു ഇന്നത്തെ ഊണ്. പിന്നെ കുറച്ച് ഇഞ്ചിക്കറി, ഓണത്തിൻ്റെ ബാക്കി ഇഞ്ചിക്കറി, പുളിയിഞ്ചി ഇരിപ്പും ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരമായി, ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ടൊന്നും എനിക്കധികം എടുക്കാൻ പറ്റിയില്ല. ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പം സന്ധ്യ ആകാറായി, വൈകുന്നേരം ആകാറായി. ഇടയ്ക്ക് കുറച്ച് ഞാനൊന്ന് ബിസിയായി, അതുകൊണ്ടാണ്. അപ്പം
ഇനി ഞങ്ങൾ ഒന്ന് പുറത്തു പോവാണ്, കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ളതിന് വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞില്ല, ചെറിയ ഒരു വൺ ഡേ ട്രിപ്പ് പോകുന്നുണ്ട്. ട്രിപ്പ് എന്നല്ല, ഞങ്ങളൊരു സ്റ്റേക്കേഷൻ പോലെ. ഞങ്ങൾക്ക് വലുതായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാൻ ഇഷ്ടമല്ല, ഇങ്ങനെ വലിയ ആൾക്കൂട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ അങ്ങനെയുള്ള നടക്കുന്ന ട്രിപ്പുകൾ ഞങ്ങൾ പോകാറില്ല. ഞങ്ങൾ ഏതെങ്കിലും ഒരു റിസോർട്ടിൽ ചെന്ന് ഒരു ദിവസം താമസിക്കും, അല്ലെങ്കിൽ 1-2 ദിവസം താമസിക്കും. ആ ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക് 2 പേർക്കും കൂടുതൽ ഇഷ്ടം. ഞങ്ങൾക്കിങ്ങനെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ അങ്ങ് നമ്മളിങ്ങനെ ക്ഷീണിതരാക്കുന്ന രീതിയിൽ ഇങ്ങനെ ക്രൗഡിനിടയിൽ അങ്ങനെ കിടന്ന് നടക്കാൻ ഒട്ടും താല്പര്യപ്പെടാത്ത 2 വ്യക്തികളാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ശ്രീഹരിക്ക് അങ്ങനെ ഒരു ദിവസം അങ്ങനെ ലീവൊക്കെ കിട്ടത്തുള്ളൂ. അല്ലാതെ ഒത്തിരി ദിവസം അങ്ങനെ ലീവ്, ഇപ്പം വെക്കേഷൻ ലീവ് ഇപ്പോൾ ഈ സമയത്ത് എടുക്കാൻ പറ്റത്തില്ല. കുറച്ചുകൂടെ കഴിഞ്ഞൊരു ഡിസംബർ തീരാറൊക്കെ ആകുമ്പോഴാണ് ഇപ്പോഴും ഒരു വെക്കേഷൻ ലീവ് പോലെ ഇനിയിപ്പോൾ എടുക്കാൻ കൂടുതലും പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു വീക്കെൻഡിൽ, ഇപ്പോൾ കുറേ ദിവസമായി ഞങ്ങളിങ്ങനെ ഒരു ട്രിപ്പൊക്കെ പോയിട്ട് കുറേ നാളല്ല, ഏകദേശം 1 കൊല്ലമായി. ലാസ്റ്റ് ഇയർ ഗോവയിൽ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അസുഖവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളെങ്ങും പോയിട്ടില്ല. അപ്പം കുറേ നാളായപ്പം ജസ്റ്റ് ഒരു സ്റ്റേക്കേഷൻ പോലെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. അപ്പോൾ അതിന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ വാങ്ങിക്കണം. പിന്നെ ഇനി എനിക്ക് അങ്ങോട്ട് എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. പിന്നെ രാത്രിയാവുമ്പം പിന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ നാളെ രാവിലെ ഞങ്ങൾക്ക് രാവിലത്തെ ട്രെയിനാണ്, രാവിലെ പോകണം. അതുകൊണ്ട് ഇനി എടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ എടുക്കാം. അപ്പം നമുക്ക് പോകാം. അപ്പോൾ ഞാനെല്ലാം റെഡിയായി, ശ്രീഹരി റെഡിയായി. അപ്പം ഞങ്ങളൊന്ന് സ്റ്റുഡിയോ വരെ പോവാണ്, ഇവിടെ അടുത്തുള്ള. അപ്പം ആദ്യം ഹെബ്ബാൽ അടുത്തുള്ള ഒരു സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത്. അപ്പം ഈ നല്ല ഭംഗിയില്ലേ ഈ സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് ഇങ്ങനെയൊക്കെ കിട്ടത്തുള്ളൂ, ഇത്രയും നല്ല ഭംഗിയായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം അതെല്ലാം കണ്ട് പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഞങ്ങളൊരു ഷോർട്ട് കട്ട് ചെയ്തതാണ്. പക്ഷേ ഈ ഹൈവേയിലാണ് ഈ സംഭവം. അത് കഴിഞ്ഞുള്ള ഇടത്താണ് ചെന്ന് ഇറങ്ങിയത്. ഒരു ഷോർട്ട് കട്ടിൽ കൂടെ ചെന്ന് ഇറങ്ങിയതാണ്. അപ്പം ആ സ്റ്റുഡിയോ കഴിഞ്ഞിട്ടുള്ള ഒരു വഴിയിലേക്കാണ് ഇപ്പം ഞങ്ങൾ ചെന്ന് ഇറങ്ങുന്നത്. അത് ഞങ്ങൾക്ക് മനസ്സിലായി, ഹൈവേ കയറി കഴിഞ്ഞപ്പോഴത്തേനും മനസ്സിലായി. അപ്പം പിന്നെ ഞങ്ങൾ അപ്പം ഇനി അത് യൂ ടേൺ എടുത്ത് ആ വഴി ഭയങ്കര ബ്ലോക്കാണ്. യൂ ടേൺ എടുത്തൊക്കെ തിരിച്ച് വരിക എന്ന് പറയുന്നത് പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങ് അവിടെയുള്ള സ്റ്റുഡിയോയിലേക്ക് പോയി. എവിടെയാണ് കുറച്ച് ദൂരമുള്ള ആ ഒരു സ്റ്റുഡിയോയിലേക്ക് ആ വഴി തന്നെ പോകാൻ പറ്റുന്ന ഒരിടത്തേക്ക് പോയി. അവിടെ ചെന്ന് ആദ്യം ശ്രീഹരിക്കുള്ള കാര്യങ്ങളൊക്കെ എടുത്തു. വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇപ്പം ഞങ്ങൾ ആദ്യമൊക്കെ എപ്പോഴും വരുമായിരുന്നു. ഇപ്പം അങ്ങനെ സ്റ്റുഡിയോ ഞങ്ങൾ വരവ് കുറവാണ്. ഇപ്പം പെട്ടെന്ന് ഇപ്പം അല്ലെങ്കിൽ മുകളിലൊക്കെ മാക്സിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഇനി മുകളിലൊക്കെ പോകണം. അപ്പോൾ അതിനുള്ള ഒരു സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം ഇവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. പിന്നെ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനേ ഉള്ളായിരുന്നു. അല്ലാതെ വലിയ ഷോപ്പിങ്ങുകളും ഡ്രസ്സായിരുന്നു മെയിനായിട്ടും. അപ്പോൾ അതെല്ലാം എടുത്തിട്ട് തിരിച്ചിങ്ങ് വന്നു. അങ്ങനെ പിന്നെന്താണ്, അപ്പോൾ ഇതായിരുന്നു എൻ്റെ ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ്. വലുതായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.